ഓക്കെ, അപ്പോൾ നമ്മുടെ മോഡൽ ഇതായിരുന്നു y is equal to beta naught plus beta 1 xi plus epsilon I എന്നാണ് നമ്മുടെ മോഡലായിട്ടുണ്ടായിരുന്നത്. അതിൽ I is equal to 1, 2, 3 etc. n എന്ന് പറയുന്ന n സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ നോട്ടിൻ്റെയും ബീറ്റ വണ്ണിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കലാണ്. അപ്പോൾ ഈ ബീറ്റ നോട്ടിൻ്റെയും ബീറ്റ വണ്ണിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ രണ്ട് മെത്തേഡാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേഷനും രണ്ടാമത്തത് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷനും. അപ്പോൾ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേഷൻ ആകണമെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ എപ്സിലോൺ ഐയുടെ മീൻ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇനി കോവേരിയൻസ് ഓഫ് എപ്സിലോൺ ഐ കോമ എപ്സിലോൺ ജെ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അപ്പോൾ ഐ നോട്ട് ഈക്വൽ ടു ജെ, സിഗ്മ സ്ക്വയർ ഫോർ ഐ ഈക്വൽ ടു ജെ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ ആണ്. അപ്പോൾ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ ആണെങ്കിൽ ഈ പറയുന്ന എപ്സിലോൺ ഐക്ക് നോർമാലിറ്റി എന്ന അസംപ്ഷൻ ആണ്. അപ്പോൾ ഈ കണ്ടീഷൻസ് നമ്മൾ എഴുതുന്നതിന് പകരം നമ്മളിവിടെ പറയാൻ പോകുന്നത് എപ്സിലോൺ ഐ ഫോളോ ചെയ്യുന്നത് IID നോർമൽ റാൻഡം വേരിയബിൾ ആയിരിക്കും, വിത്ത് മീൻ 0 ആയിരിക്കും, വേരിയൻസ് എന്തായിരിക്കും? സിഗ്മ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനർത്ഥം എപ്സിലോൺ ഐ ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 0, വേരിയൻസ് എന്തായിരിക്കും? സിഗ്മ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇനി ബീറ്റ നോട്ട്, ബീറ്റ 1, xi ഈ മൂന്ന് വാല്യൂസ് എന്താണ്? കോൺസ്റ്റൻസ് ആണ്. അതായത് ബീറ്റ നോട്ട് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, ബീറ്റ 1 എന്ന് പറയുന്നതാണ് ഒരു കോൺസ്റ്റന്റ് ആണ്, xi എന്ന് പറഞ്ഞാൽ അൺനോൺ ആണ്, നോൺ ഒബ്സർവേഷൻസ് ആണ് വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ എപ്സിലോൺ ഐ എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ആണ്, അതിനോട് കൂടിയിട്ട് ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും? അതും ഒരു റാൻഡം വേരിയബിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് yi എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു റാൻഡം വേരിയബിൾ ആയിരിക്കും. എപ്സിലോൺ ഐ റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് yi എന്തായിരിക്കും? റാൻഡം വേരിയബിൾ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാവുന്ന റിസൾട്ട് ഇതാണ്. എക്സ് ഫോളോ ചെയ്യുന്നത് n mu സിഗ്മ സ്ക്വയർ ആണെങ്കിൽ, എക്സ് ഫോളോ ചെയ്യുന്നത് n mu സിഗ്മ സ്ക്വയർ ആണെങ്കിൽ എക്സിനോട് കൂടിയിട്ട് ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്തിട്ട്, ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതും ഒരു റാൻഡം വേരിയബിൾ ആയിരിക്കും, അതും ഫോളോ ചെയ്യുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അവിടുത്തെ മീൻ വാല്യൂ എന്നാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് എ കോൺസ്റ്റന്റ്, ദാറ്റ് മീൻസ് മ്യൂ പ്ലസ് എ. ഓക്കെ, വേരിയൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് എ എന്ന് പറഞ്ഞാൽ വേരിയൻസ് ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും? സിഗ്മ സ്ക്വയർ. ഓക്കെ, അതേപോലെ ഇവിടെ ബീറ്റ നോട്ട് ഉണ്ട്, ബീറ്റ 1 xi ഉണ്ട്. ഇതിനെ നമ്മൾ എ എന്നുള്ള കോൺസ്റ്റന്റ് പോലെ കൺസിഡർ ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് yi ഒരു ഡിസ്ട്രിബ്യൂഷൻ പറയാൻ പറ്റും. yi ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, yi ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ ബീറ്റ നോട്ട് പ്ലസ് ബീറ്റ 1 xi. ഓക്കെ, കാരണം എപ്സിലോണിന്റെ മീൻ 0 ആണ്, ഈ രണ്ട് ടേമാണ് എക്സ്ട്രാ വന്നത്, അപ്പോൾ ആ ടേം അതുപോലെ തന്നെ വന്നു. വേരിയൻസ് എന്ന് പറയുന്നത് ഇവിടെ സിഗ്മ സ്ക്വയർ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എപ്സിലോൺ ഐക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ആ ഡിസ്ട്രിബ്യൂഷൻ വെച്ചുകൊണ്ട് yi-യുടെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കണ്ടുപിടിച്ചു. ഫൈൻ. അപ്പോൾ നമ്മുടെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യണത് നമ്മുടെ ലീനിയർ മോഡൽ ഉണ്ടെന്ന് അസംപ്ഷൻ കൊടുക്കുന്നു. ആ മാത്രമല്ല അവിടെ എറർ ടേം ഉണ്ട്, എറർ ടേം IID നോർമലാണ് നമ്മൾ അസ്യൂം ചെയ്യും. ഈ അസംഷനിൽ നിന്ന് നമുക്ക് yi-യും ഒരു നോർമൽ റാൻഡം വേരിയബിൾ ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇത് IID അല്ല. IID-യിൽ ഐഡന്റിക്കൽ ആൻഡ് ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് ഉണ്ടാവുമായിരിക്കാം, പക്ഷേ ഐഡന്റിക്കൽ ഒരിക്കലും വരുന്നില്ല. കാരണം y1ന്റെ ഡിസ്ട്രിബ്യൂഷൻ ചോദിച്ചാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ബീറ്റ നോട്ട് പ്ലസ് ബീറ്റ 1 x1 ആണ്. y2-ന് ചോദിച്ചാൽ ബീറ്റ നോട്ട് പ്ലസ് ബീറ്റ 1 x2 ആണ്. അപ്പോൾ രണ്ടിൻ്റെയും മീൻ മാറിപ്പോയി, അപ്പോൾ ഐഡന്റിക്കൽ ഉണ്ടാവില്ല. ഓക്കെ, ഇനി ബേസ്ഡ് ഓൺ ദ സാമ്പിൾ നമ്മുടെ കയ്യിലാണ് സാമ്പിൾ എന്നാണ് x1 y1 x2 y2 എക്സെട്ര. സോറി, y1 x1 ആണ് ഞാൻ എഴുതുന്നത്. yn xn എന്ന് പറയുന്ന ഒരു സെറ്റ് ഓർഡർ പേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ yi ഫോളോ ചെയ്യുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ yi-യുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് f of yi ഈസ് ഈക്വൽ ടു
1 by root 2 pi sigma e raised to minus, okay, yi minus ഇതിന്റെ മീൻ വാല്യൂ എന്താണ്? ബീറ്റ നോട്ട് പ്ലസ് ബീറ്റ 1 xi എന്ന് പറയുന്നതാണ് അതിന്റെ മീൻ വാല്യൂ. അതായത് സബ്ട്രാക്ട് ചെയ്തു. ദിസ് ഈസ് ഹോൾ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ 2 സിഗ്മ സ്ക്വയർ. ഓക്കെ, അപ്പോൾ യൂഷ്വലി നമ്മൾ എഴുതുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പോലെ 1/√2/8. ഇതിന്റെ വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ടിൽ പുറത്തേക്ക് എടുക്കുമ്പോൾ സിഗ്മ എന്ന് മാത്രം വന്നു. അതിനുശേഷം e raised to minus x minus mu എന്നാണ് വരിക. എക്സിന്റെ സ്ഥാനത്ത് എടുക്കുന്നത് yi ആണ്. മ്യൂവിന്റെ സ്ഥാനത്ത് എടുക്കുന്നത് ബീറ്റ നോട്ട് പ്ലസ് ബീറ്റ 1 xi എന്നാണ്. ഡിവൈഡ് ബൈ 2 ടൈംസ് സിഗ്മ സ്ക്വയർ. ഓക്കെ, പ്രൊവൈഡഡ് എന്തൊക്കെയാണ്? എല്ലാ കണ്ടീഷൻസും വേണം. എന്താണ്? y-ന്റെ വാല്യൂസ് മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ ഏത് വാല്യൂസ് വേണം യൂസ് ചെയ്യാം. സിഗ്മ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആണ്. ബീറ്റ നോട്ട് പ്ലസ് ബീറ്റ 1 xi-യുടെ വാല്യൂസ് 0 മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി വരെ ഏത് വാല്യൂസ് ആണ് യൂസ് ചെയ്യാം. ഇനി ബേസ്ഡ് ഓൺ ദിസ് സാമ്പിൾ നമുക്കിവിടെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എഴുതാൻ പറ്റും. അപ്പോൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എല്ലോ ഓക്കെ, ഏതൊക്കെ പാരാമീറ്റേഴ്സ് ഇവിടെ വരുന്നുണ്ട്? ബീറ്റ നോട്ട് എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ വരുന്നുണ്ട്. ഓക്കെ, ബീറ്റ 1 എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ വരുന്നുണ്ട്. അടുത്തത് സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സിഗ്മ, രണ്ടായാലും സെയിം ആണ്. അല്ലെങ്കിൽ സിഗ്മ സ്ക്വയർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കാം സിഗ്മ എന്ന് വിളിക്കാം. സിഗ്മ എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ വരുന്നുണ്ട്. ഓക്കെ, ഇതിനെ ദിസ് ഈസ് ഈക്വൽ ടു, ഓക്കെ സോറി, given yi. റെസ്പെക്ട് yi ആണ് നമ്മുടെ ഒബ്സർവേഷൻസ് ഉള്ളത്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഡക്റ്റ് i is equal to 1 2 3 up to n f of 1 since y is are independent. Okay, this is equal to ഫസ്റ്റ് ടൈം എടുക്കുന്നത് 1/√2 ആണ്. അത് n ടൈംസ് വരും. അപ്പോൾ 1/√2 the whole raised to n. ഓക്കെ ഫൈൻ. ഇനി സിഗ്മ എടുക്കുന്നുണ്ട്. ഡിനോമിനേറ്റർ ആയതുകൊണ്ട് മൈനസ് സിഗ്മ എന്നാണ്. സിഗ്മ റേസ് ടു -1 എന്നാണ് വരിക. അപ്പോൾ നമുക്കതിനെ n ടൈംസ് വരുമ്പോൾ സിഗ്മ റേസ് ടു -n വരും. അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ 1/σ റേസ് ടു n വരും. രണ്ടും ഒന്നല്ല. ഇനി ഇയുടെ പവർ വരുമ്പോൾ e റേസ് ടു മൈനസ് summation I is equal to 1 2 3 up to n. Summation I is equal to 1 2 3 up to n. yi minus beta naught minus ഉള്ളിൽ പോയിട്ട് beta 1 xi the whole square divided by 2 sigma square divided by 2 sigma square. ഇനി ഇവിടെ എന്ത് ചെയ്യാൻ പോകണം? ലോഗരിതം അപ്ലൈ ചെയ്യാൻ പോകണം. ലോഗരിതം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? 3 പാരാമീറ്റേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. ബീറ്റ നോട്ട് ഉണ്ട്, ബീറ്റ 1 ഉണ്ട്, സിഗ്മ സ്ക്വയർ ഉണ്ട്. വിത്ത് റെസ്പെക്ട് ടു ബീറ്റ നോട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും, ബീറ്റ 1 ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും, സിഗ്മ സ്ക്വയർ ഡെറിവേറ്റീവ്. എന്നിട്ട് മൂന്നും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 3 ഇക്വേഷൻസ് കിട്ടും. 3 ഇക്വേഷൻസ് നമ്മുടെ നോർമൽ ഇക്വേഷൻസ് ആയിരിക്കും. ആ 3 ഇക്വേഷൻസും സൈമൾട്ടേനിയസ്ലി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് ഫൈനൽ സൊല്യൂഷൻ. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ലോഗരിതം കൊടുക്കാൻ പോവാണ്. ലോഗ് എല്ല് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ലോഗ് എല്ല് കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് കിടക്കുന്നത് 1/√2π n ടൈംസ് എന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ലോഗ് എടുക്കുമ്പോൾ n ലോഗ് 1/√2π എടുക്കും. n ലോഗ് 1/√2π എടുക്കും. മൈനസ് n ടൈംസ് ലോഗ് സിഗ്മ എന്ന് മൈനസ് n ടൈംസ് ലോഗ് സിഗ്മ എന്ന് കിട്ടും. ബാക്കിയുള്ള ടേം മൈനസ് summation I is equal to 1 2 3 up to n yi minus beta naught minus
beta 1 xi the whole square divided by 2 sigma square. Okay, ഇതാണ് ലോഗ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. ഇനി ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ബീറ്റ നോട്ടില് നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുകയാണ്. എല്ലിനല്ല ലോഗ് എല്ലിനല്ല നമ്മൾ ചെയ്യുന്നത്, ലോഗ് എല്ലിനാണ് ചെയ്യുന്നത്. എല്ലിനെ ചെയ്താലും ലോഗ് എല്ലിനെ ചെയ്താലും ഒരേ ഒന്ന് തന്നെയായിരിക്കും ഉത്തരം വരിക. പക്ഷേ ലോഗ് എല്ലിന് നമ്മൾ ചെയ്യാനുള്ള കാരണം നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു ബീറ്റ നോട്ടിലാണ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്നെ ലോഗ് റൂട്ട് 2π എന്ന് പറഞ്ഞ ടൈമിലൊന്നും ബീറ്റ നോട്ട് ഇല്ല. അപ്പോൾ ആ ടൈം എന്താ 0 മൈനസ് n ടൈംസ് ലോഗ് സിഗ്മ എന്ന് പറയുമ്പോഴും അവിടെ ബീറ്റയുടെ പ്രസൻസ് ഇല്ല. അപ്പോൾ അവിടെ 0. ഓക്കെ, ഇനി വരുന്നത് ഈ ഒരു ടേമാണ്. അപ്പോൾ മൈനസ് പാർഷ്യൽ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഫ്യൂഷൻ ഡെറിവേറ്റീവ് ബീറ്റ നോട്ട് ഓഫ് സമ്മേഷൻ I is equal to 1 2 3 up to n yi minus beta naught by beta 1 minus beta 1 into xi the whole square divided by 2 sigma square. This is equal to നമ്മളാണ് equal to 0 വെച്ചാൽ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഈ ടേം ഈക്വൽ ടു 0 ആണെങ്കിൽ 2 സിഗ്മ സ്ക്വയർ എന്ന് പറയുന്ന ഡെറിവേറ്റീവിൽ വരുന്നില്ല, പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നെങ്കിൽ ഈ ഹോൾ ടേം ഈക്വൽ ടു 0 അതല്ലെങ്കിൽ ഈ 2 സിഗ്മ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. 2 സിഗ്മ സ്ക്വയർ ഈക്വൽ ടു 0 വരില്ല. അപ്പോൾ ദിസ് ഇംപ്ലൈസ് d by d beta naught of summation I is equal to 1 2 3 up to n yi minus beta naught minus beta 1 xi, okay, the whole square. This is equal to 0. Okay, then മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേഷൻ ചെയ്യുന്നത് തന്നെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ദിസ് ഇംപ്ലൈസ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ബീറ്റ നോട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ മൈനസ് 1 ഇൻറ്റു summation I is equal to 1 2 3 up to n yi minus beta naught minus beta 1 xi the whole raised to 2 എന്നുള്ളത് that മാറും, 2 minus 1 എന്നുള്ളത് 1 ആയിട്ട് മാറും, into minus 1 കാരണം ബീറ്റ നോട്ടിന്റെ കോഎഫിഷ്യന്റ് -1 ആണ്, equal to 0. ഓക്കെ ഫൈൻ. അപ്പോൾ ഇവിടെ +1 ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് 2 ആണ്, +1 അല്ല 2 ടൈംസ്. അപ്പോൾ ഈ +2 എന്ന് പറയുന്ന ടൈമും -1 എന്ന് പറയുന്ന ടൈമും ഒരിക്കലും ഈക്വൽ ടു 0 അല്ല. ദാറ്റ് മീൻസ് ദിസ് ടേം ഷുഡ് ബി ഈക്വൽ ടു 0. സമ്മേഷൻ I is equal to 1 2 3 yi minus beta naught minus beta 1 xi is equal to 0. Okay, this implies summation yi is equal to n times beta naught plus beta 1 into summation xi. This is equation number 1. Okay, now ഇതേപോലെ തന്നെ d by d beta 1 of log n ഞാൻ കണ്ടുപിടിച്ചു and equal to 0 വെച്ച് ഈക്വേറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഈ ടേമിൽ ബീറ്റ 1 എന്ന് പറഞ്ഞ ടേമില്ല, അപ്പോൾ ആ ടേം 0 ആയി. ഈ ടേമിൽ ബീറ്റ 1 എന്ന് പറഞ്ഞ ടേമില്ല, അപ്പോൾ അതും ഈക്വൽ ടു 0 ആയി. അടുത്ത് വരുന്നത് അപ്പോൾ 0 0 1/2 സിഗ്മ സ്ക്വയർ ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ d by d beta 1 of summation I is equal to 1 2 3 up to yi minus beta naught minus beta 1 xi the whole square. Okay, this is equal to 0. Okay, this implies ഈ രണ്ട് ടേമും 0 ആണ്. അപ്പോൾ
അപ്പോൾ ഈ ഒറ്റ ടേം മാത്രം ഈക്വൽ ടു 0 എന്ന് നോക്കും. അപ്പോൾ ഈ ഒരു ടേം 0 ആവണമെങ്കിൽ ഒന്നെങ്കിൽ 1/2 സിഗ്മ സ്ക്വയർ 0 ആവണം, അതല്ലെങ്കിൽ ഈ ടേം 0 ആവണം, അല്ലെങ്കിൽ ഇത് രണ്ടും 0 ആവണം. നമുക്കറിയാം 1/2 സിഗ്മ സ്ക്വയർ ഒരിക്കലും ഈക്വൽ ടു 0 അല്ല. അപ്പോൾ അതുകൊണ്ട് d beta 1 summation I is equal to 1, 2, 3 up to n yi minus beta naught minus beta 1 xi the whole square is equal to 0. Okay. ഇനി നമുക്കതിനെ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഓക്കെ, അതൊക്കെ നമ്മൾ മുന്നേ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്. ഇത് ഓർഡിനറി സ്ക്വയർ എസ്റ്റിമേഷൻ അതേ സ്റ്റെപ്പിലൂടെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റിനെ വേണമെങ്കിൽ ആൻസർ എഴുതാം. കാരണം വെച്ചാൽ പിന്നെ 2 ടൈംസ് വരും, പിന്നെ എക്സ് ഐ എന്ന ടേം വരും. അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമ്മേഷൻ yi ഇൻറ്റു എക്സ് ഐ ഇസ് ഈക്വൽ ടു ബീറ്റ നോട്ട് ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ മൈനസ് ബീറ്റ 1 ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കിട്ടിയത് ഇതാണ്, ഇക്വേഷൻ നമ്പർ 2 കിട്ടിയതും ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നോർമൽ ഇക്വേഷൻസ്. ഈ നോർമൽ ഇക്വേഷൻസ് തന്നെയാണ് ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേഷൻ വഴി ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള നോർമൽ ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നോർമൽ ഇക്വേഷൻസ് രണ്ട് കേസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത് സെയിം നോർമൽ ഇക്വേഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എല്ലാം സെയിം ആണ്. ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേഷനിലും ചെയ്ത പോലെ നമുക്ക് എന്ത് ചെയ്യാം, ബീറ്റ നോട്ടിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ബീറ്റ നോട്ടിന്റെ കോഎഫിഷ്യന്റ് n ആണ്, ഇവിടുത്തെ ബീറ്റ നോട്ടിന്റെ കോഎഫിഷ്യന്റ് സമ്മേഷൻ എക്സ് ഐ ആണ്. അപ്പോൾ സമ്മേഷൻ എക്സ് ഐ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, n കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ബീറ്റ നോട്ടിന്റെ കോഎഫിഷ്യന്റ് n ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ ആയി, ഇവിടെ ബീറ്റ നോട്ടിന്റെ കോഎഫിഷ്യന്റും n ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ ആയി. ഇപ്പോൾ രണ്ടും സെയിം ആയി. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ടേമുകളിലെല്ലാം ചേഞ്ച് വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടേമിൽ നിന്ന് ഒരു ടേം സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ബീറ്റ നോട്ടിന്റെ എസ്റ്റിമേറ്റർ കിട്ടും, ബീറ്റ 1ന്റെ എസ്റ്റിമേറ്റർ കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ യൂഷ്വലി കിട്ടുന്ന ബീറ്റ 1ന്റെ എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ വൈ ഐ മൈനസ് സമ്മേഷൻ എക്സ് ഐ ഇൻറ്റു സമ്മേഷൻ വൈ ഐ ഡിവൈഡഡ് ബൈ സമ്മേഷൻ n ഇൻറ്റു summation xi square minus summation xi the whole square. Okay, similarly ഇത് ബീറ്റ 1ന്റെ എസ്റ്റിമേറ്റർ ആണ്. ബീറ്റ നോട്ടിന്റെ എസ്റ്റിമേറ്റർ ഇതേപോലെ തന്നെ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് y bar മൈനസ് ബീറ്റ 1ന്റെ എസ്റ്റിമേറ്റർ ഇൻറ്റു എക്സ് ബാർ. അപ്പോൾ ഇതാണ് നമ്മുടെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ഓഫ് ഇത് ബീറ്റ നോട്ടും ബീറ്റ 1. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കാൻ പോകുന്നത് സിഗ്മക്കുള്ള എസ്റ്റിമേറ്റർ ആണ്. സിഗ്മയുടെ എസ്റ്റിമേറ്റർ അല്ലെങ്കിൽ സിഗ്മ സ്ക്വയറിന്റെ എസ്റ്റിമേറ്റർ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്നത് ഡെറിവേറ്റീവ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഡി ബൈ ഡി സിഗ്മ അല്ലെങ്കിൽ സിഗ്മ സ്ക്വയർ, ഏതായാലും കുഴപ്പമില്ല. ഞാൻ സിഗ്മയിലാണ് ചെയ്യുന്നത്. സിഗ്മ ഓഫ് ലോഗ് എൽ ആണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം നോക്കി നോക്കുക. ഫസ്റ്റ് ടൈമിൽ സിഗ്മയുടെ ടേം ഇല്ല, അപ്പോൾ അവിടുത്തെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ ഈക്വൽ ടു 0 ഉണ്ടായിരിക്കും. രണ്ടാമത്തേൽ സിഗ്മയുടെ ടേം ഉണ്ട്, അപ്പോൾ അവിടെ വരുന്നത് n ഇൻറ്റു n കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ മൈനസ് n ഇൻറ്റു ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പോൾ ലോഗ് സിഗ്മയുടെ ഡെറിവേറ്റീവ് എന്തായിരിക്കും 1/സിഗ്മ. ഓക്കെ, അപ്പോൾ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ലോഗ് എടുക്കുമ്പോൾ ആ ടേം താഴോട്ട് വന്നു. പിന്നെ സിഗ്മയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ അത് 1 ആയിരിക്കും. ഡി ബൈ ഡി സിഗ്മ ഓഫ് സിഗ്മ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ആ ടൈം എഴുതിയാലും എഴുതിയില്ലെങ്കിൽ വരുമ്പോൾ മൈനസ് സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1, 2, 3 up to n. ഈ ടേം നോക്കി നോക്കുമ്പോൾ അതിന് ന്യൂമറേറ്ററിന്റെ ടേമിന് ഒരു പ്രശ്നം കാണാതെ നമുക്ക് അതുപോലെ തന്നെ എഴുതാം. അതിൽ സിഗ്മ ഒന്നും ഇല്ല, അതൊരു കോൺസ്റ്റന്റ് ആണ്. yi മൈനസ് ബീറ്റ നോട്ട് മൈനസ് ബീറ്റ 1 xi ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതാണ് നമ്മുടെ ന്യൂമറേറ്റർ ടേം. ഡിനോമിനേറ്ററിന്റെ ടേം എന്ന് പറഞ്ഞാൽ 1/2 സിഗ്മ സ്ക്വയർ എന്നാണ് എടുക്കുന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു 1/2 സിഗ്മ സ്ക്വയറിലാണ് നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ 1/2 സിഗ്മ സ്ക്വയർ എന്ന് എഴുതുന്നതിന് പകരം ഈ ബൈ 2 നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, d സിഗ്മ ഓഫ് സിഗ്മ റൈസ് ടു -2. ഓക്കെ, സിഗ്മ റൈസ് ടു -2. ഇനി ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഒരു സ്റ്റെപ്പ് കൂടി എക്സ്ട്രാ എടുത്തു എന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ദിസ് ഇംപ്ലൈസ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ -n/σ അത് കഴിഞ്ഞാൽ മൈനസ് സമ്മേഷൻ I is equal to 1 2 3 up to n yi minus beta naught minus beta 1 xi the whole square divided by 2 എന്ന് പറഞ്ഞ ടേം അവിടെ ഓൾറെഡി ഉണ്ട്. ഇനി -2 സിഗ്മ സ്ക്വയർ അല്ലെങ്കിൽ സിഗ്മ റൈസ് ടു -2 ന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? -2 into സിഗ്മ റൈസ് ടു -2 -1 that means -2. Okay, sigma raised to -2 -1 that is equal to -3. This is equal to 0. Okay, अब അടുത്ത സ്റ്റെപ്പിൽ this implies -n/σ. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, രണ്ടും കൂടി വരുമ്പോൾ ഇവിടെ പ്ലസ് എന്നായി. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, അത് ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി വരും സമ്മേഷൻ I is equal to 1 2 3 up to n yi minus beta naught minus beta 1 xi the whole square of it. This is equal to 0. Sorry, ഇവിടെ സിഗ്മ ടൈം കൂടെ എക്സ്ട്രാ വരുന്നത് ഇവിടെ സിഗ്മ ക്യൂബ് എടുക്കുന്നില്ലേ, സിഗ്മ ക്യൂബ് എന്നുള്ള ഡിനോമിനേറ്ററിലോട്ട് കൊണ്ടുവരാം. ഓക്കെ ആണോ? This implies ഇവിടെ ഒരു മൈനസിന്റെ ടേം ഉണ്ട്, ഈ ടേമിൽ നമുക്ക് സാധനത്തിന്റെ പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഇടാൻ പോകുന്നത് സമ്മേഷൻ I is equal to 1 2 3 up to n yi minus beta naught minus beta 1 xi the whole square divided by sigma cube is equal to n by sigma naught. Okay, ശരിയാണോ? This implies ഈ സിഗ്മ ക്യൂബിനെ നമുക്ക് ഇങ്ങോട്ട് വരാം, എന്നിനെ നമുക്ക് ഇപ്പുറത്തോട്ട് പോകും. അതാണ് സിഗ്മ ക്യൂബിനെ ഇങ്ങോട്ട് വന്നു, എന്നിനെ ഇങ്ങോട്ട് പോകും. അപ്പൊ സിഗ്മ ക്യൂബ് ബൈ സിഗ്മ എന്ന് പറയുമ്പോൾ എന്തായി? സിഗ്മ സ്ക്വയർ ആയില്ലേ? That means sigma square is equal to summation I is equal to 1 2 3 up to n yi minus beta naught minus beta 1 xi the whole square divided by a multiplied. Okay, അപ്പോൾ ഫൈനൽ എസ്റ്റിമേറ്റർ ഓഫ് സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ ഹാറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബീറ്റ നോട്ടിന്റെ നമുക്ക് എന്തൊരു എസ്റ്റിമേറ്റർ വന്നു, അതിന് ഒരു ഹാറ്റ് കൊടുക്കും. ബീറ്റ 1 മോഡൽ ചെയ്യണം എസ്റ്റിമേറ്റർ. അപ്പോൾ സിഗ്മ സ്ക്വയറിന്റെ എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ I is equal to 1 2 3 up to n yi minus beta നോട്ടിന്റെ എസ്റ്റിമേറ്റർ മൈനസ് ബീറ്റ 1 ന്റെ എസ്റ്റിമേറ്റർ into xi the whole square divided by n. നമ്മുടെ മോഡൽ എന്ന് പറയുന്നത് yi is equal to beta naught plus beta 1 xi plus epsilon I എന്ന് പറയുന്നതാണ് നമ്മുടെ മോഡൽ. ഇതിൽ ബീറ്റ നോട്ടിന്റെ എസ്റ്റിമേറ്റർ കൊടുക്കുമ്പോൾ ബീറ്റ നോട്ട് ഹാറ്റ് പ്ലസ് ബീറ്റ 1 ന്റെ എസ്റ്റിമേറ്റർ കൊടുക്കുമ്പോൾ ബീറ്റ 1 ഹാറ്റ് into xi. ദിസ് ഈസ് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഫിക്സഡ് വാല്യൂ. അപ്പോൾ ഇതിനെ ഈ ടേമിൽ നമുക്ക് വേണമെങ്കിൽ yi ഹാറ്റ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഈ ടേമിൽ വിളിക്കാൻ പറ്റും, yi ഹാറ്റ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ ടേം നമുക്ക് വീണ്ടും റെഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തൊരു yi മൈനസ് yi ഹാറ്റ് the whole square divided by n. yi minus yi hat the whole square divided by n. Okay ആണോ? Okay, fine. ഈ ടേം ആക്ച്വലി എന്താണ്? സമ്മേഷൻ I is equal to 1 2 3 up to n. യും yi ഹാറ്റും നമ്മൾ ഡിഫറൻസിനെ വിളിക്കുന്ന പറയുന്നത് റെസിഡ്യൂ അല്ലേ? അപ്പോൾ റെസിഡ്യൂവിന്റെ
സ്ക്വയറിന്റെ സമ്മിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ സിഗ്മയുടെ എസ്റ്റിമേറ്റ്. ഏത് മെത്തേഡ് വഴി? മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ. അപ്പോൾ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ വഴി സിഗ്മക്ക് കിട്ടുന്ന സിഗ്മ സ്ക്വയറിന് കിട്ടുന്ന എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഫൈനൽ ആൻസർ സിഗ്മ സ്ക്വയറിന്റെ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് I is equal to 1, 2, 3 up to n EI square divided by n. ഇതാണ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ഓഫ് സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത്.